ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയും പിന്നെ നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നേന്ത്രപ്പഴം കേട്ടോ. ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾ എടുക്കുന്ന നേന്ത്രപ്പഴം ചെറിയ നേന്ത്രപ്പഴം ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് നല്ല പഴുത്തിട്ടുള്ള തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴവും നമുക്ക് ഇതിനായിട്ട് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല വലിയ പഴമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ തോലൊക്കെ കറുത്തിട്ടുള്ള പഴമൊന്നും നമ്മൾ കുട്ടികളൊന്നും ഉപയോഗിക്കാതെ കളയൂലേ, അങ്ങനെ കളയേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് തോല് കളയുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചെറുതായിട്ട് പഴുപ്പ് കുറഞ്ഞ പഴമാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴം നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് എന്താ പറയുക, കുറച്ച് പഴുപ്പ് കമ്മിയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ടാക്കി ഇടുന്നുണ്ട്. ചെറുതാക്കി കട്ടാക്കി ഇടുന്നത് ഇത് പഴുപ്പൊന്ന് കുറവായതുകൊണ്ടാണ് കേട്ടോ. ഇത് നല്ല പഴുത്തതല്ല, അതുകൊണ്ടാണ് നല്ല ചെറുതാക്കി കട്ടാക്കുന്നത്. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മധുരത്തിനായിട്ട് 2 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന അളവിലാണെങ്കിൽ ഈ 2 ഉണ്ട ശർക്കര കറക്റ്റ് മധുരം പാകമായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര മെൽറ്റ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. നിങ്ങൾ ശർക്കരയുടെ പൊടിയാണെങ്കിൽ അതും യൂസ് ആക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ മെൽറ്റായി ഇട്ടിക്കോളും ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് ഇത് ചൂടാറണം കേട്ടോ. ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ നന്നായിട്ട് ശർക്കര പാനിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ശർക്കര പാനിയിൽ നിന്ന് കുറച്ച് വളരെ ഈ നേന്ത്രപ്പഴം ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 1/4 കപ്പിൻ്റെ താഴെ തന്നെ ഉള്ളൂ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ നേന്ത്രപ്പഴം അരയാൻ ആവശ്യമായ ശർക്കര പാനി മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവയും കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി 4 ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ചേരുവയും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇത് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ തന്നെ ഇത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇനി കുട്ടികൾ എന്താ പറയുക 4 മണിക്ക് സ്കൂളിൽ വരുന്ന സമയത്തും കഴിക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ രാവിലെ പെട്ടെന്ന് കടികളൊന്നും തിന്നാതെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇനി സ്കൂളില്ലാത്ത ദിവസമൊക്കെ കളിച്ച് കുഴങ്ങി വരുന്ന സമയത്ത് അവർക്ക് വേഗം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതോടെ കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന സമയം ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മിക്സാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഒഴിച്ച വാക്കുകാരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കുക്കാക്കി എടുക്കരുത്. ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് സമയം കൂടുതൽ എടുക്കുമെന്ന് വിചാരിച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടണമെങ്കിൽ ലോയിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറുക്കി വന്ന സമയത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേന്ത്രപ്പഴം അരച്ചെടുത്തതിൻ്റെ ബാക്കി ശർക്കര പാനിയില്ലേ, 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ 2 ഉണ്ട ശർക്കര മെൽറ്റ് ചെയ്തെടുത്തപ്പോൾ
ആ ബാക്കി ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ കൈയെടുക്കാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ മിക്സാക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗോതമ്പ് പൊടി അടിയിൽ പെട്ടെന്ന് കട്ടം പിടിക്കും, അതുകൊണ്ടാണ് കേട്ടോ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അപ്പോൾ തേങ്ങ ചേർത്ത ഉടനെ തന്നെ നമ്മൾ നേന്ത്രപ്പഴം ശർക്കരപ്പാനിയും കൂടി അരച്ച് വെച്ചിട്ടില്ലേ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങളൊരു 2 ഏലക്ക നേന്ത്രപ്പഴവും ശർക്കരപ്പാനിയും കൂടി ചേർത്ത് അരച്ചെടുത്തില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 2 ഏലക്ക അതിൽ കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. പൊടി ഇല്ലെങ്കിൽ, പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് മീഡിയത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല, ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു ചേരുവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലോയിലേക്ക് വെക്കുക കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ്, 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചെറിയൊരു മുറി തേങ്ങ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി കുറേ സമയത്തൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കാം. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നിങ്ങൾക്കിത് വറവ് തയ്യാറാക്കണമെങ്കിൽ മാത്രം തയ്യാറാക്കിയാൽ മതി. ഇങ്ങനെ വറവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് കഴിക്കാം. നെയ്യ് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 5-6 കാഷ്നട്ട് 2ആയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന്ന് ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അല്പം എന്താ പറയുക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് എന്താ പറയുക, ഒരു പായസം പോലെ നമുക്ക് കഴിക്കാം. ഇത് പണ്ട് കാലത്തൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കിയിരുന്നതാണ്. സ്കൂളിൽ വരുമ്പോഴൊക്കെ എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കും ഇതൊക്കെ ശീലമാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനിപ്പോൾ റംസാൻ സമയത്ത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തരിക്കഞ്ഞിക്ക് പകരം വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇതെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടോ 4 മണി ഐറ്റമായിട്ടൊക്കെ കൂട്ടാവുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.